കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു നട്ടലുള്ളവനാവണം. എന്താണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ പൾസ് എന്ന് തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു ഇറക്കമുണ്ടല്ലോ. എൻ്റെ കുട്ടികളെ കൂടി ഞാൻ കൂട്ടേണ്ടതായിരുന്നു, മാന്യത അവശേഷിക്കുന്നത് കൊണ്ട് അത് ചെയ്തില്ല ഇത്തവണത്തേക്ക് എന്ന് ശിവൻകുട്ടി പറഞ്ഞു വെക്കുമ്പോ സത്യത്തിൽ രോമാഞ്ചമാണ്. ആരുടെ ഭാരതാംബ? ആര് പറഞ്ഞ ഭാരതാംബ? ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്കാരം പോലുമില്ല. ഒരു സ്ത്രീയുടെ രൂപം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അതിനൊരു കാവിക്കൊടി കൊടുത്തിട്ട് അതിൽ നിലവിളക്ക് കൊളുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇന്ത്യയിലില്ലടോ. ഒരു കാരണവശാലും ഈ നാട് അംഗീകരിക്കാനും പോകുന്നില്ല. അതിന് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഹിന്ദി ഹൃദയഭൂമിയിൽ നിങ്ങൾ നേടിയെടുക്കുന്ന വർഗീയത പറഞ്ഞ് പച്ചവിഷം ഇങ്ങനെ നിങ്ങൾ മനുഷ്യരിലേക്ക് കുത്തിവെച്ചിട്ട് നിങ്ങൾ നേടിയെടുക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചെലവാകുന്ന നാടുകളുണ്ടല്ലോ, അവിടെ പോയി പറഞ്ഞോ ഉത്തരേന്ത്യയിൽ, കേരളത്തിന്റെ മതേതര മണ്ണിൽ അത് നടക്കില്ല, നടക്കാൻ അനുവദിക്കില്ല. വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ഈ കഴിഞ്ഞ 4.5 കൊല്ലം പല രീതിയിൽ ട്രോളുകൾക്ക് വിധേയനായിട്ടുണ്ട്. പ്രായാധിക്യം കൊണ്ട്, അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടൊക്കെ ട്രോളർമാർ കേറി ഉടുത്തിട്ടുണ്ട് ശിവൻകുട്ടിയെ. എന്നാൽ എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി ശിവൻകുട്ടിയെ മന്ത്രിസ്ഥാനത്തിരുത്തി? കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശിവൻകുട്ടി ചെയ്ത സംഭാവനകൾ എന്ത്? അദ്ദേഹത്തിന്റെ പൾസ് എന്ത്, ബ്ലഡ് എന്ത്, നിലപാടുണ്ട് എന്താണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം പച്ചയ്ക്ക് പറഞ്ഞില്ലേ ശിവൻകുട്ടി, രാജ്നാഥ് അർലേക്കറിന്റെ മുഖത്ത് നോക്കി, എന്നിട്ട് ഒരു പ്രോട്ടോകോൾ ഇങ്ങനെ ഇറക്കിയേക്കുക, മന്ത്രിയെ ഇപ്പൊ അങ്ങോട്ട് തീർത്ത് കളയുന്നു. ഒരു തൊടാൻ പോലും പറ്റത്തില്ല. രാജ്ഭവനിൽ ഗവർണർ ആയിരിക്കണം അങ്ങനെ പറയണമെങ്കിൽ ഉണ്ടാവേണ്ടത്. ഇത് ഗവർണർ അല്ല, ഇത് ഒരു RSSകാരൻ. RSSന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാക്കി രാജ്ഭവനെ മാറ്റാൻ നോക്കുമ്പോൾ ശിവൻകുട്ടിയെ പോലെ നട്ടലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അത് കണ്ടിരിക്കണമെന്ന് പറയുമ്പോ പ്രോട്ടോകോളിന്റെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കുന്നു. അത് പറഞ്ഞു വെച്ചതുപോലെ അങ്ങ് ഉത്തരേന്ത്യയിൽ പോയി ചെലവാക്കിയാൽ മതി. ഇവിടെ ഒരു കാരണവശാലും ഭാരതാംബ സംസ്കാരത്തെ അംഗീകരിക്കില്ല. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ RSSനോട് ചേർന്ന് നിന്ന പൈതൃകമുണ്ട് കമ്മ്യൂണിസത്തിന് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന് ഡൈലൂട്ട് ചെയ്യാനാണ് ശിവൻകുട്ടി ഇത് ചെയ്തതെന്ന് പറയുന്നവർ, ശിവൻകുട്ടി പ്ലാൻഡ് ആയിരുന്നു, എഴുതി തയ്യാറാക്കിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നവർ, ശിവൻകുട്ടിയുടെ നിലപാടിനെ വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നവർ ഒരിക്കൽ കൂടി കാതു തുറന്ന് കേട്ടോളൂ. എഴുതിക്കൊണ്ടുവന്ന് പറഞ്ഞതാണെങ്കിലും ഭാരതാംബ എന്ന് പറയുന്ന സ്ത്രീയുടെ ചിത്രം പ്രഹസനമായി അവിടെ ചേർത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ശിവൻകുട്ടി വന്ന് ചെയ്തതാണെങ്കിലും, ഇനി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഡൈലൂട്ട് ചെയ്യാൻ ചെയ്തതാണെങ്കിലും, ഈ ചെയ്ത ചെയ്തിയുണ്ടല്ലോ അതിനും വേണമിടോ ഒരു നട്ടല്. രാജ്ഭവനെ RSS കേന്ദ്രമാക്കി മാറ്റുമ്പോ RSSന്റെ വക്താവായി ആരിഫ് ഖാന് ശേഷം അർലേക്കറും മാറുമ്പോ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റിലിരുന്ന് തന്റെ ഇടത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം, എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്റെ മാന്യത ഞാൻ അവശേഷിപ്പിക്കുന്നത് എന്റെ കുട്ടികളെ കൂടെ ചേർക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിടത്ത് കമ്മ്യൂണിസത്തോടുള്ള ബഹുമാനവും നിലപാടും കൂടുക തന്നെ ചെയ്യും ഈ രാജ്യത്തിന്, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിന്.